ദൈവിക പദ്ധതിയുള്ള നിങ്ങളെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. ആരൊക്കെ ശ്രമിച്ചാലും അവർ പരാജയപ്പെടുകയുള്ളൂ. പക്ഷെ നിങ്ങളെ വിഷമിപ്പിക്കാൻ കഴിയും, ചിലപ്പോൾ വേദനിപ്പിക്കാൻ കഴിയും. കുറച്ച് നാളൊക്കെ ദുഃഖിച്ച് നടക്കേണ്ട സാഹചര്യത്തിലൂടെ ചിലപ്പോൾ ദൈവമായിട്ട് കടത്തിവിടും. അതൊക്കെ ഒരു ടെസ്റ്റിമണി ആയി തീരാൻ വേണ്ടി മാത്രം. അത് ദൈവം പ്രവർത്തിക്കുന്നില്ല എന്ന് ചിന്തിക്കേണ്ട. ദൈവം എപ്പോഴൊക്കെ ഉന്നതമായ, ഉയർച്ചയുള്ള, ശ്രേഷ്ഠമായ കാര്യങ്ങൾ, മഹത്വകരമായ കാര്യങ്ങൾ ചെയ്യുമ്പോഴെല്ലാം അതിന് പാത്രമായി തീരുന്നവരെല്ലാം കടന്നുപോയ ഒരുപാട് വേദനപ്പെടുന്ന അനുഭവമുണ്ട്, ഹീനപ്പെടുന്ന അനുഭവമുണ്ട്, വിഷമിച്ചു പോകുന്ന, വ്യസനിച്ചു പോകുന്ന അനുഭവങ്ങളുണ്ട്. ഇന്നത്തെ ഈ സന്ദേശം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അങ്ങനത്തെ അനുഭവത്തിലൂടെ കടന്നു പോകുന്നവരെങ്കിൽ, വിഷമകരമായ സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നതെങ്കിൽ, പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുകയാണ്. വിഷമിപ്പിക്കുന്ന സാഹചര്യങ്ങൾ വന്നാലും ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്തും. വിഷമം ഉണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ വിട്ട് പോകത്തില്ല. ദൈവം പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം നിറവേറ്റി തരും. നിങ്ങൾ കേൾക്കണം, യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച് യാത്രയാകുന്ന ഒരു സമയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 49 അധ്യായത്തിൽ ഓരോ മക്കളെയും വിളിച്ച് യാക്കോബ് അനുഗ്രഹിക്കുന്ന അനുഗ്രഹത്തിന് കൂടുതൽ യോസെഫിനോട് പറഞ്ഞൊരു കാര്യമാണ് ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരം. 23 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ യാക്കോബിനെ കുറിച്ച്, യോസെഫിനെ കുറിച്ച് പറയുകയാണ്. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവരെയ്തു, അവനോട് പൊരുതു, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. ഹല്ലേലൂയ. വില്ലാളികൾ അവനെ വിഷമിപ്പിച്ചു, അവർ എയ്തു, അവനോട് പൊരുതി, അവന്റെ വില്ല് ഉറപ്പോടെ നിന്നു. അവന്റെ ഭുജം യാക്കോബിന്റെ വല്ലഭന്റെ കയ്യാൽ ബലപ്പെട്ടു, ഇസ്രായേലിന്റെ പാറയായ ഇടയന്റെ നാമത്താൽ തന്നെ. കേട്ടോ, ദൈവം ഒരുവനെ അവന്റെ പദ്ധതിക്ക് വേണ്ടി വിളിക്കുമ്പോൾ അവൻ കടന്നു പോകുന്ന പരിശോധനയും ത്യാഗവും ഭയങ്കരമായിരിക്കും. വളരെ വേദനപ്പെടുന്ന, വിഷമിപ്പിക്കുന്ന സാഹചര്യത്തിലൂടെ ദൈവം കടത്തിവിടും. പക്ഷെ ആ സമയത്ത് ദൈവം കൈവിടില്ല, ദൈവം അവനെ ഉറപ്പിക്കും. വില്ലാളികൾ വിഷമിപ്പിച്ച സമയം, ഹല്ലേലൂയ, അവനോട് പൊരുതിയ സമയം, അവനെ എയ്ത സമയം. നമുക്കറിയാം യോസേഫ് കടന്നുപോയ ജീവിതാനുഭവങ്ങൾ എന്തൊക്കെയാണ്. പല സഹോദരന്മാർ പരിഹസിച്ചതും ഉപദ്രവിച്ചതും കൂടാതെ പൊട്ടക്കടത്തിലേക്ക് എറിഞ്ഞു കളഞ്ഞു. മിദ്യാന്യ കച്ചവടക്കാർക്ക് അവനെ വിറ്റ് കളഞ്ഞു, സ്വന്തം സഹോദരനെ. ആ കുഴിയിൽ നിന്ന് കയറ്റിയിട്ട് കുഴിയിലിട്ടുകൊണ്ട് അവർക്ക് എന്താ പ്രയോജനം? ചത്തുപോലെ ഉള്ളൂ. എന്നാൽ വിറ്റ് കളഞ്ഞാൽ പണം കിട്ടുമല്ലോ എന്ന് കണ്ട് സ്വന്തം ഇളയ സഹോദരനെ, ആഹാരം കൊണ്ടുവന്ന സഹോദരനെ പിടിച്ച് അവർ മിദ്യാന്യ കച്ചവടക്കാരൻ 20 വെള്ളിക്കാശിന് വിറ്റ് കളഞ്ഞു. തീർന്നില്ല, അവര് ആ വിറ്റ് കളഞ്ഞ ആളുകൾ, മിദ്യാന്യ കച്ചവടക്കാർ, അവനെ മിസ്രൈമിയുടെ മാർക്കറ്റിൽ കൊണ്ടുപോയി നിർത്തി. മിസ്രൈമിയെ മാർക്കറ്റിൽ കൊണ്ട് നിർത്തിയിട്ട് പോത്തിഫർ എന്ന് പറയുന്ന ഒരു മിസ്രൈമനായ മനുഷ്യൻ അവനെ വിറ്റ് കളഞ്ഞു. അതിനുശേഷം അവിടെ നിന്ന് പോത്തിഫറിന്റെ വീട്ടിൽ അടിമപ്പണിക്കാരനായി, അടിമ വേലക്കാരനായി അവൻ താമസിക്കേണ്ടി വന്നു. ഹല്ലേലൂയ. പിന്നീടാണ് അതിലും വലിയ ദുഷ്കരമായ പരിശോധനകൾ കടന്നുപോയത്. മാനസികമായി അവനെ പീഡിപ്പിക്കുന്ന രീതിയിൽ അവനെ ആ ഭവനത്തിൽ വെച്ച് അവനെ കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ, അവനൊരിക്കലും ചെയ്തിട്ടില്ലാത്ത മോശമായ കാര്യങ്ങൾ അവനെ കുറിച്ച് പറഞ്ഞ് അവനെ തടവറയിലാക്കി, ജയിലിലാക്കി. അവനെതിരെ കള്ളക്കേസുകൾ ഉണ്ടാക്കി ജയിലിലാക്കിയ സംഭവം. തടവറയിൽ ദീർഘവർഷങ്ങൾ കിടന്ന മനുഷ്യൻ. ഒടുവിൽ സംഭവിച്ച കാര്യം നമുക്കറിയാം. യഹോവ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഒരുപാട് പേർ അവനെതിരെ എയ്തു, അവനെ വിഷമിപ്പിച്ചു. പക്ഷെ ദൈവം അവനെ ഉറപ്പിച്ചു. യാക്കോബിന്റെ വല്ലഭന്റെ കൈ അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇസ്രായേലിന്റെ പാറയായ ഇടയൻ അവനോട് കൂടെ ഉണ്ടായിരുന്നു. അവനെ ശക്തീകരിച്ചു. സഹോദരങ്ങളെ, ദൈവം നമ്മളെ ഒരിക്കലും കൈവിടുകയില്ല. ആരൊക്കെ എന്തൊക്കെ പറയട്ടെ, ഞാൻ പറയാം, ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ കോളുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെങ്കിൽ, അല്ല നിങ്ങളുടെ തലമുറയെങ്കിൽ, പെട്ടെന്നൊന്ന് ഇടിച്ചു കയറി അങ്ങോട്ട് ചെന്ന് പദവിയിലേക്കോ നന്മയിലേക്ക് എത്തുകയില്ല. ദൈവം തന്നെ ടെസ്റ്റ് ചെയ്യുന്ന സമയമുണ്ട്. ദൈവം തന്നെ അനുവദിച്ചു കൊടുക്കുന്ന, വിഷമിപ്പിക്കുന്ന ഘട്ടങ്ങളുണ്ട്. ഒരുപാട് കടമ്പകൾ കടന്നാണ് ദൈവികമായ പദ്ധതിയിലേക്ക് അവർ എത്തിച്ചേരുന്നത്. അപ്പൊ അതുകൊണ്ട് നടക്കില്ല, ഒരിക്കലും എത്താൻ പോകുന്നില്ല. ഇപ്പൊ എന്താ ഇപ്പാണ്ട് കാരാഗ്രഹത്തിൽ കിടക്കുന്നല്ലോ, എത്ര വർഷമായി എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അതൊക്കെ ദൈവം കടത്തിവിടുന്നതാണ്. പക്ഷെ ദൈവം നിങ്ങളെ ഉറപ്പിക്കും. ദൈവത്തിന്റെ കൈ നിങ്ങളെ ഉറപ്പിക്കും.
ആരൊക്കെ വിഷമിപ്പിച്ചാലും നിങ്ങൾ തളരാൻ ദൈവം സമ്മതിക്കുകയില്ല. ഹല്ലേലൂയ. യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം 6-7 വാക്യം കേൾക്കണം. യോശുവയുടെ ദൈവം പറയാണ്, നീ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ഞാൻ അവർക്ക് കൊടുക്കുമെന്ന് അവരുടെ പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം നീ ഈ ജനത്തിന് അവകാശമായി ഭാഗിക്കും. എന്റെ ദാസനായ മോശ നിന്നോട് കൽപ്പിച്ചിട്ടുള്ള ന്യായപ്രമാണമൊക്കെ അനുസരിച്ച് നടക്കേണ്ടതിന് നല്ല ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരിക്കാം. നീ ഇടത്തോട്ടോ വലത്തോട്ടോ മാറരുത്. കർത്താവ് പറയാണ്, നീ ഉറപ്പുള്ളവനായിരിക്കുക. ദൈവം നിങ്ങളെ ഉറപ്പിക്കും. വിഷമിപ്പിക്കുന്നവരുടെ ദൈവം ഉറപ്പിക്കും. എന്നാൽ അടുത്ത കാര്യം പറയാണ്, നീ ദേശം അവകാശമാക്കാൻ പോകുകയാണ്. നീ നല്ല ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കാം. ദൈവം ഉറപ്പിക്കും. പ്രിയമുള്ളവരെ, ദൈവം ഉറപ്പിക്കും. നിങ്ങളെ ഓടിച്ചു കളയും, നിങ്ങളെ ചിതറിച്ചു കളയും എന്നൊക്കെ പറയുന്ന പല സൈന്യങ്ങളും കൂട്ടങ്ങളും കൂട്ടായ്മകളൊക്കെ കാണും. പക്ഷെ നിങ്ങൾ വിശ്വാസമുണ്ടോ? ദൈവം നിങ്ങളെ ഉറപ്പിക്കും. ദൈവം ഉറപ്പിക്കുമെന്ന്, ദൈവത്തിന്റെ കൈ എന്നെ ഉറപ്പിക്കുമെന്ന് ആര് പറയുന്നു അവരെ ദൈവം ഉറപ്പിച്ചിരിക്കും. ഹല്ലേലൂയ. ആമേൻ. 2 തെസ്സലോനിക്കർ 3-ാം അധ്യായം 3-ാം വാക്യം, കർത്താവ് വിശ്വസ്തൻ, അവൻ നിങ്ങളെ ഉറപ്പിച്ച് ദുഷ്ടന്റെ കയ്യിൽ അകപ്പെടാതെ വണ്ണം കാത്തുകൊള്ളും. ദുഷ്ടന്റെ കയ്യിൽ നിങ്ങൾ അകപ്പെടാതെ വണ്ണം ദൈവം നിങ്ങളെ കാക്കും, ഉറപ്പിക്കും. അല്ലെ, ദൈവം നിങ്ങളെ ഉറപ്പിക്കും എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കുക, വേറെ ഒന്നും നോക്കണ്ട. ദൈവം നിങ്ങളെ ഉറപ്പിച്ചു നിർത്താൻ ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ആമേൻ. 1 പത്രോസ് 5-ാം അധ്യായം 10-ാം വാക്യം, എന്നാൽ അല്പകാലത്തേക്ക് കഷ്ടം സഹിക്കുന്ന നിങ്ങളെ ക്രിസ്തുവിൽ തന്റെ നിത്യ തേജസ്സിനായി വിളിച്ചിരിക്കുന്ന സർവകൃപാലുവായ ദൈവം തന്നെ യഥാസ്ഥാനപ്പെടുത്തി ഉറപ്പിച്ച് ശക്തീകരിക്കും. ദൈവം വിശ്വസ്തനാണ്. അവൻ നിങ്ങളെ ഉറപ്പിച്ച് ശക്തീകരിക്കും. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയില്ല. ഹല്ലേലൂയ. അതെ, ഈ കർത്താവ് വിശ്വസ്തനാണ്. 1 കൊരിന്ത്യർ 15:58 ആകയാൽ എന്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലങ്ങാത്തവരും നിങ്ങളുടെ പ്രയത്നം കർത്താവിൽ വ്യർത്ഥമല്ലെന്ന് അറിഞ്ഞിരിക്കുകൊണ്ട് കർത്താവിന്റെ വേലയിൽ എപ്പോഴും വർദ്ധിച്ചു വരുന്നവരുമാകുവിൻ. നിങ്ങളെ കുലുക്കി കളയുവാൻ, ഓടിച്ചു കളയുവാനൊക്കെ പല പ്ലാനുകളും പലരും പല വിഷമസന്ധികൾ ഉണ്ടാക്കിയേക്കാം. ഹല്ലേലൂയ. ഏതൊക്കെ മേഖലയിൽ നിന്നാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത് നമുക്ക് അറിയാൻ പറ്റുകയില്ല. നമ്മള് ഓരോ ഭാഗത്തുനിന്ന് ചിലപ്പോൾ പൊതുസമൂഹത്തിൽ നിന്നുള്ള പ്രശ്നമായിരിക്കും നമ്മൾ നേരിടേണ്ടി വരുന്നത്. അപ്പൊ അതും കവർ ചെയ്യുമ്പോഴായിരിക്കാം ചിലപ്പോൾ സഭാമേഖലയിൽ നിന്നും വിശ്വാസ സമൂഹത്തിൽ നിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകും. അതും കവർ ചെയ്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ ഭവനത്തിനകത്തുനിന്ന് നമുക്ക് ചില പ്രശ്നങ്ങൾ വരുന്നത്. വിഷമിപ്പിക്കാൻ ഒത്തിരി ഉണ്ട്, സഹോദരങ്ങളായിരിക്കും. അതും കവർ ചെയ്ത് വരുമ്പോഴായിരിക്കും ചിലപ്പോൾ സ്വന്തം ഭാര്യയോ മക്കളോ അങ്ങനെയൊക്കെ ഉള്ള മേഖലയിൽ അവിടെ കവർ ചെയ്തൊക്കെ വരുമ്പോൾ ചിലര് പെട്ടെന്ന് നോക്കി, ചില രോഗികളാണ്, പെട്ടെന്ന് ചില രോഗത്തിലൂടെ കടന്നു പോകുന്നതാണ്. മാനസികമായ ചില അതും കവർ ചെയ്യുമ്പോൾ ചില മനസ്സിനെ തളർത്താൻ. അപ്പൊ ഇങ്ങനെയുള്ള 100 വിഷയങ്ങളിൽ നമ്മളെ വിഷമിപ്പിക്കാൻ പിശാച് നോക്കും. പക്ഷേ ദൈവം തിരഞ്ഞെടുത്തവൻ ഉറച്ചു നിൽക്കണം. അവൻ പരാജയപ്പെടാൻ ദൈവം സമ്മതിക്കുകയില്ല. ആമേൻ. ദൈവം പ്രതികൂലങ്ങളിൽ നിങ്ങളെ ഉറപ്പിക്കും. ദൈവം നിങ്ങളെ ശക്തീകരിക്കും. ദൈവികമായ വാഗ്ദത്തങ്ങളിലേക്ക് അവൻ എത്തിക്കും. ഞാൻ നിങ്ങൾക്കൂടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കും. പ്രിയ കർത്താവേ, വില്ലാളികൾ വിഷമിപ്പിച്ചു യോസേഫിനെ, എന്നാൽ ദൈവം അവനെ ഉറപ്പിച്ചു നിർത്തി. അവനെ ഉറപ്പിച്ചു നിർത്തിയ ദൈവം ഇന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഈ മക്കൾ ഉറച്ചു നിൽക്കട്ടെ. ദൈവികമായ പദ്ധതിക്കെതിരെ ഉയർന്നു വരുന്ന സകല അറ്റാക്കുകളെയും സകല ശത്രുവിന്റെ പോരുകളെയും ജയിക്കുവാനുള്ള ദൈവിക ധൈര്യവും ഉറപ്പും യേശുവിന്റെ നാമത്തിൽ ഉണ്ടാകട്ടെ. തളർന്നു പോകരുത്, താണു പോകുവാൻ ഈ ജനത്തെ സമ്മതിക്കരുത്. മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരു വലിയ ജയം ഉണ്ടാകുന്നവരെ അവിടുത്തെ കരം, ശക്തിയുള്ള കരം, കർത്താവ് യോസേഫിനെ കാരാഗൃഹത്തിൽ ഉറപ്പിച്ചു നിർത്തി ദൈവിക പദ്ധതി എത്തിച്ച കരം ഈ മക്കളോട് കൂടെ ഇരിക്കണം. ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ സമൃദ്ധി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഈ സന്ദേശം നിങ്ങൾക്ക് കുറച്ചു പേർക്കൂടെ ഷെയർ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യണം. God bless you. Have a wonderful day.